അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഓരോ ഭാഗങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾ കഴിച്ച് അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ പാർട്ടുകൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂട്ടറിൻ്റെ ഒക്കെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഒരു ഗ്രില്ല് അല്ലെങ്കിൽ ഒരു ഫാൻ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഓയിൽ ക്യാബിൻ്റെ ഒക്കെ തൊട്ട് ഈ സൈഡിലായിട്ട് വരുന്ന ഈ ഒരു എൻജിൻ സൈഡ്, അതായത് നമ്മളെ സൈലൻസർ അല്ലെങ്കിൽ എക്സോസ്റ്റ് ഒക്കെ പോകുന്നത് ഈ ഒരു സൈഡിലൂടെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ഫാൻ പോലെ കാണാൻ കഴിയും. ഇതിൻ്റെ അകത്ത് ഒരു ഫൈബറിൻ്റെ ഫാൻ ലീഫും അതുപോലെ തന്നെ ഈ ഒരു കവറിങ്ങും മാഗ്നറ്റും അകത്താണ് നമ്മളെ കറണ്ട് സപ്ലൈ ചെയ്യണ കോയിലും ഉള്ളത്. അപ്പോൾ ഈ കോയിലും ഈ മാഗ്നറ്റ് അസംബ്ലിയും എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സൈഡ് മാത്രം നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കവറിങ്ങിൻ്റെ കേസിങ്, അതായത് ഫൈബർ കേസിങ് നമ്മൾ ബോൾട്ടൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അഴിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കവർ നമുക്കിങ്ങനെ ഊരിയെടുക്കാം. ഇത് മാറ്റി കഴിഞ്ഞാൽ നമ്മളെന്താണ് ഇപ്പോൾ നമ്മളെ എയർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഫാനാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് ഈ ഫാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളെ മാഗ്നറ്റ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഫാൻ ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഓക്കെ. നമ്മൾ ഫാനിൻ്റെ ബോൾട്ടുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഫാന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഫാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് മാഗ്നറ്റ് കോയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഫാൻ അസംബ്ലിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് കണ്ടോ, ഒരു ബ്ലോവർ ഫാൻ ഡിസൈനാണ് ഇതിന് വന്നിരിക്കുന്നത്. അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അകത്തേക്ക് എയർ ഒരുപാട് ഇത് വലിച്ചെടുക്കുന്നുണ്ട്. എഞ്ചിൻ്റെ അകത്തേക്ക് ഒരുപാട് എഞ്ചിൻ്റെ കവർ കേസിനകത്തേക്ക് ഒരുപാട് എയർ ഫ്ലോ ചെയ്യാനായിട്ട് ഈ ഒരു ഫാനാണ് ഇതിനെ സഹായിക്കുന്നത്. അതായത് ഈ ഒരു ഫാൻ റൊട്ടേറ്റ് ചെയ്ത്, അതായത് ക്രാങ്കറിൻ്റെ ഒപ്പം ഈ ഒരു ഫാൻ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അകത്തേക്ക് ഒരുപാട് എയർ തള്ളിക്കയറി എന്താണ് എഞ്ചിനെ തണുപ്പിക്കുന്നത്. അപ്പോൾ ഒരു എയർ കണ്ടീഷൻ ബ്ലോവർ ഫാൻ പോലെ തന്നെയാണ് ഈ ഫാൻ മാഗ്നറ്റിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഈ വയറിംഗ് കണക്ഷൻ കണ്ടല്ലോ, ഇതാണ് മാഗ്നറ്റിൽ നിന്ന് വരുന്ന നമ്മുടെ കറണ്ട്. അതായത് ഇതിനകത്ത് കോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കോയിലിനകത്ത് എന്താണ് ഇതിൽ നമ്മുടെ മാഗ്നറ്റിൻ്റെ പൊസിഷൻ സെൻസറും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കറണ്ട് സപ്ലൈ ചെയ്യുന്ന കോയിലുണ്ട്. അപ്പോൾ കോയിലിൽ എന്താണ് വയറിംഗ് ആണ് ഈ ഒരു കണക്ഷൻ. നമുക്ക് 4 പിൻ ഇതിൽ കാണാൻ കഴിയും. നമ്മളെ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്താണ് ഈ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ക്രാങ്ക് ഷാഫ്റ്റിലാണ്, നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരെൻഡിലാണ് മാഗ്നറ്റ് വരുന്നത്, അല്ലെങ്കിൽ കോയിലിൻ്റെ അസംബ്ലി. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി എന്താണ് നമ്മളൊരു ഓൾട്ടർനേറ്റർ പ്രവർത്തിക്കുന്ന പോലെ തന്നെ എന്താണ് ഇതിൽ നിന്നും AC കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ AC കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളെന്താണ് DC കറണ്ടായിട്ട് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമുക്ക് മാഗ്നറ്റ് കോയിൽ റിമൂവ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഈ കാണുന്നതാണ് മാഗ്നറ്റ് കോയിൽ എന്ന് പറയുന്നത്. കോയിലിൻ്റെ അകത്ത് വരും. അതുപോലെ തന്നെ മാഗ്നറ്റിൻ്റെ ഔട്ടറാണ് ഈ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉൾസൈഡിലാണ് മാഗ്നറ്റിൻ്റെ ഓരോ മാഗ്നറ്റ് നമുക്ക് കട്ടിങ് ആയിട്ട് കൊടുത്തേക്കണം. മാഗ്നറ്റ് എങ്ങനെ വന്നിരിക്കുന്നത് നമുക്ക് ഇതുപോലെ മെറ്റൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പീസായിട്ട് എങ്ങനെ ഉള്ളിൽ വന്നുള്ള കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതിൽ മാഗ്നറ്റിൻ്റെ ഔട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അകത്ത് പറഞ്ഞതാണ് മാഗ്നറ്റ് കോയിൽ. മാഗ്നറ്റ് കോയിലാണ് ഇരിക്കുന്നത്, അതായത് ഓരോ വൈൻഡിങ് ആയിട്ട് ഇരിക്കുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് എന്താണ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് AC കറണ്ട് വരുന്നത്. ഈ മാഗ്നറ്റ് കോയിൽ നിന്നാണ് എന്താണ് AC കറണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ഇതിൽ താഴെയായിട്ട് നമുക്ക് CPS എന്ന് പറഞ്ഞിട്ട് സെൻസർ ഉണ്ട്, അതായത് ക്രാങ്ക് പൊസിഷൻ സെൻസറാണ് ഈ താഴെ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള സിഗ്നൽ റിസീവ് ചെയ്തിട്ടാണ് നമ്മുടെ ടൈമിനനുസരിച്ചാണ് സ്പാർക്ക് നമ്മളെ ECU അല്ലെങ്കിൽ CD യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂണിറ്റിൽ നിന്ന് എന്താണ്
ഈ ക്രാങ്ക് പൊസിഷൻ സെൻസറിനുള്ള സിഗ്നൽ റിസീവ് ചെയ്തിട്ടാണ് ടൈമിന് സ്പാർക്ക് കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അതും ഈ ഒരു അസംബ്ലിയുടെ ഒന്നിച്ചാണ് വരുന്നത്. അതായത് ഈ കോയിൽ, വൈൻഡിങ് കോയിലും ഈ CPS സെൻസറും, അതായത് ഇതിൻ്റെ കണക്ഷൻ ഒറ്റ അസംബ്ലി ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഒന്നിച്ച് റിമൂവ് ചെയ്തെടുക്കണം പുറത്തേക്ക്. അപ്പോൾ ഞാനത് അഴിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ മാഗ്നറ്റ് കോയിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് മാഗ്നറ്റ് കോയിൽ എന്ന് പറയുന്നത്. ഈ വരുന്ന വൈൻഡിങ്ങിനാണ് നമ്മൾ കോയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ താഴേറ്റ് വരുന്ന ഈ ഒരു ചെറിയൊരു സെൻസർ, ഇതാണ് CPS സെൻസർ എന്ന് പറയുന്നത്, അതായത് ക്രാങ്ക് പൊസിഷൻ സെൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഒരുമിച്ചാണ്, ഒറ്റ ലൈനിലാണ് 4 പിന്നായിട്ട് ഈ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇത് അസംബ്ലി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ, ഷോർട്ട് ആയി കഴിഞ്ഞാലോ ഇത് മൊത്തം ഒരു അസംബ്ലി ആയിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ കോയിൽ അസംബ്ലി എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് അതുപോലെ തന്നെ എന്താണ് കോയിൽ അസംബ്ലി കാണിച്ചു തരാം. മാഗ്നറ്റ് കോയിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോൾട്ടിൻ്റെ എന്താണ് കറക്റ്റ് പൊസിഷൻ മാത്രം നോക്കിയാൽ മതി. കോയിലിൽ ടൈമിംഗ് ഇല്ല. മാഗ്നറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് കൃത്യമായിട്ട് ആ പിന്നിൻ്റെ കട്ടിങ് നോക്കി വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി മാഗ്നറ്റ് ഇടുന്ന ടൈമിൽ മാഗ്നറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എന്താണ് മാഗ്നറ്റിൻ്റെ കീ കട്ടിങ് കാണാനായിട്ട് കഴിയും. ഇതിനെ പുറമേ നോക്കിയാൽ ഇതിൻ്റെ കീ കട്ടിങ് കാണാൻ കഴിയും. മേലെ ഒരു ലോക്കാണ് വരുന്നത്. ആ കീ കട്ടിങ് കറക്റ്റായിട്ട് നിങ്ങൾ എന്താണ് ഈ ഷാഫ്റ്റിൽ അതുപോലെ തന്നെ ആ കീ കട്ടിങ് നോക്കിയിട്ട് വേണം എന്താണ് കറക്റ്റ് ചെയ്ത് മാഗ്നറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, പൊസിഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മാഗ്നറ്റ് ഉള്ളിട്ട് എന്താണ് മാഗ്നറ്റിൻ്റെ ആ ഒരു ഫ്രിക്ഷൻ ബലം കാരണത്തേക്ക് അത് കറക്റ്റായിട്ട് കയറി പൊക്കോളും. അതിനുശേഷം മാത്രം എന്താണ് ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഫാനും കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫാനും 3 ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ 3 ബോൾട്ട് കറക്റ്റായിട്ട് വെച്ചാൽ മതി. ഇതിനും കൃത്യമായ ടൈമിങ്ങോ അല്ലെങ്കിൽ പൊസിഷനോ ഇല്ല. അപ്പോൾ കൃത്യമായിട്ട് ആ ബോൾട്ടിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഫാൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ താരയിലും ചെറുതായിട്ടോ ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളപ്പോൾ എന്താണ് ഈ മാഗ്നറ്റ് കോയിലും അതുപോലെ തന്നെ കോയിൽ അസംബ്ലി കറണ്ട് എങ്ങനെ സപ്ലൈ വരും എന്നുള്ളതൊക്കെ ജസ്റ്റ് ഞാൻ അഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്ന്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു പാർട്ട് എന്തായാലും അടുത്തൊരു ഭാഗം നെക്സ്റ്റ് ഒരു പാർട്ടിൽ നമുക്ക് ചെയ്യാം. നിങ്ങളെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യാം.
ഞാനപ്പോൾ അതൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ പുതിയ അറിവുകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, താങ്ക് യു ഗൈസ്.